Dear friends, welcome back to the seminar topic Longitudinal Vibration of CO2 Molecule. In the last class, we were discussed about the derivation of resonant frequencies of the CO2 molecule. Longitudinal vibration of CO2 molecule എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഫ്രീക്വൻസീസ് വരെ ഡെറൈവ് ചെയ്തെടുത്തിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു നോർമൽ മോഡ്സ്. അത് അനഘ എടുത്തു. ഇനി ആ എസ്സേയുടെ തന്നെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള നോർമൽ കോർഡിനേറ്റ്സ് ആണ് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദാറ്റ് എസ്സേ, നോർമൽ കോർഡിനേറ്റ്സ്. നോർമൽ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? രണ്ട് ആറ്റങ്ങളുടെ കപ്പിൾഡ് മോഷന് കാരണമാകുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പുതിയ കോർഡിനേറ്റ്സ് ആണ് നോർമൽ കോർഡിനേറ്റ്സ്. The motion described by a normal coordinate is called the normal modes. Normal coordinates describe ചെയ്യുന്ന മോഷൻസിനെയാണ് നോർമൽ മോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ കോർഡിനേറ്റ്സ് എന്താണ്? രണ്ട് ആറ്റങ്ങളുടെ കപ്പിൾഡ് മോഷന് കാരണമാകുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പുതിയ കോർഡിനേറ്റ്സുകളാണ് നോർമൽ കോർഡിനേറ്റ്സ്. The matrix of eigenvectors, that is A equal to matrix alpha beta gamma 0 beta minus 2m gamma by m minus alpha beta gamma. ഇവിടെ വരെയായിരുന്നു അനഘ നോർമൽ മോഡ്സിൻ്റെത് ഡെറിവേഷൻ കണ്ടുപിടിച്ച് ലാസ്റ്റ് ഈ ഒരു റിസൾട്ട് വരെയായിരുന്നു കൊണ്ടുവന്നത്. ഇനി നമ്മൾ നോർമൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഡെറിവേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ മെട്രിക്സ് ഐഗൺ വെക്ടേഴ്സിന്റെ മെട്രിക്സ് തന്നെയാണ്. എ ഈക്വൽ ടു മെട്രിക്സ് ആൽഫ ബീറ്റ ഗാമ 0 ബീറ്റ മൈനസ് 2m ഗാമ ബൈ എം. ആ ഒരു മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഐഗൺ വെക്ടേഴ്സിന്റെ ഈ മെട്രിക്സിൽ ഇനി ആൽഫ ബീറ്റ ഗാമ അതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം നമ്മൾ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു റിലേഷൻ എടുക്കുവാണ്. ദാറ്റ് ഈസ് A transverse into T into A equal to I. A transverse എന്തോന്നറിയാം? ഈ A മെട്രിക്സിന്റെ ട്രാൻസ്വേഴ്സ്. T എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒരു 3/3 മെട്രിക്സ് കിട്ടിയില്ലായിരുന്നോ? നേരത്തെ ഉള്ള ഡെറിവേഷനകത്ത് നമുക്ക് കിട്ടിയ 3/3 മെട്രിക്സ്. പിന്നെ A എന്ന് പറയുന്നത് ഈ മെട്രിക്സ്. I എന്ന് പറയുന്നത് അറിയാമല്ലോ നമുക്ക്. I എന്തുവാണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി നമ്മൾ എ ട്രാൻസ്വേഴ്സ് എഴുതാൻ പോവാണ്. എ ട്രാൻസ്വേഴ്സ് എങ്ങനെ വരും? റോ എഴുതിയതെല്ലാം കോളമായിട്ട് എഴുതും ഇല്ലേ? ആൽഫ ബീറ്റ ഗാമ 0 ബീറ്റ മൈനസ് 2m ഗാമ ബൈ ക്യാപിറ്റൽ എം മൈനസ് ആൽഫ ബീറ്റ ഗാമ. പിന്നെ ടി മെട്രിക്സ് നമുക്കറിയാം. എന്തുവാണ്? സ്മോൾ എം 0 0 0 ക്യാപിറ്റൽ എം 0 0 0 സ്മോൾ എം ഇൻറ്റു ഈ മെട്രിക്സ് ആൽഫ ബീറ്റ ഗാമ 0 ബീറ്റ മൈനസ് 2m ഗാമ ബൈ ക്യാപിറ്റൽ എം മൈനസ് ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു ഐ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓരോ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ റിസൾട്ട് വെച്ചിട്ട് ഈ മെട്രിക്സോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഇത് രണ്ടും മാത്രം എഴുതി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാലും ഞാനിവിടെ ചെറിയൊരു ട്രിക്ക് വഴിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം നമ്മുടെ മെട്രിക്സ് രണ്ടെണ്ണം കൂടി. ഇത് എല്ലാവർക്കും അറിയാവോന്ന് അറിയത്തില്ല ഈ ട്രിക്ക്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മെട്രിക്സ് വരയ്ക്കാതെ ജസ്റ്റ് അതിനകത്തുള്ള ടേംസ് മാത്രം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട്
ഒരു വലിയൊരു മെട്രിക്സ് വരയ്ക്കുന്നു. ഇതിന് മുകളിലായിട്ട് നമ്മുടെ അടുത്ത മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സിലെ കോളംസ് എല്ലാം റോ ആയിട്ട് എഴുതുന്നു. അതായത് ആദ്യം ഈ കോളം M0 0 എന്ന് എഴുതി, അടുത്തത് 0 M0 എന്ന് എഴുതി, അടുത്തത് 0 0 M എന്ന് എഴുതി. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഇത്രയും ടേംസ് ആണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ആൽഫ ഇൻറ്റു എം, ആൽഫ എം, പിന്നെ 0 ഇൻറ്റു സെക്കൻഡ് ടേം 0 കിട്ടും, പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു 0, അതും എന്തുവാണ് 0 തന്നെ കിട്ടും. ഇനി നമുക്ക് അടുത്തതിനോട്ട് പോവാം. ഇത് തന്നെ, ഈ ഒരു ടേംസ് തന്നെ അടുത്തതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൽഫ ഇൻറ്റു 0 എന്ത് കിട്ടും? 0 ഇൻറ്റു ക്യാപിറ്റൽ എം, അതും 0 തന്നെയാണ്. അടുത്തത് മൈനസ് ആൽഫ ഇൻറ്റു 0, അതും 0 എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്തതിനകത്തോട്ട് ചെയ്യുന്നു. ആൽഫ ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു എം എന്ത് കിട്ടും? മൈനസ് ആൽഫ എം എന്ന് കിട്ടും. അടുത്തത് ഇതുകൂട്ട് തന്നെ നമ്മൾ അടുത്ത ടേംസ് ആയിട്ടുള്ള ബീറ്റ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടേം ബീറ്റ ഇൻറ്റു ഇതിലെ ഫസ്റ്റ് ടേം എം, ബീറ്റ ഇൻറ്റു 0 ബീറ്റ ഇൻറ്റു 0. അടുത്തതിനകത്ത് എങ്ങനെ ചെയ്യും? ബീറ്റ ഇൻറ്റു 0 പ്ലസ് ബീറ്റ ഇൻറ്റു ക്യാപിറ്റൽ എം, ബീറ്റ എം പ്ലസ് അടുത്ത ടേം എന്തുവാണ്? 0. അടുത്തത് ബീറ്റ ഇൻറ്റു 0 പ്ലസ് ബീറ്റ ഇൻറ്റു 0 പ്ലസ് ബീറ്റ ഇൻറ്റു സ്മോൾ എം. അതുകൊണ്ട് അടുത്ത ടേംസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഗാമ ഇൻറ്റു എം, അടുത്ത രണ്ട് ടേമും 0 ആണ്, അതുകൊണ്ട് അത് 0 ആയിരിക്കും. അടുത്ത എങ്ങനെ വരും? ഗാമ ഇൻറ്റു 0 പ്ലസ് എം ഇൻറ്റു ഈ ടേം എങ്ങനെ കിട്ടും? -2m ഗാമ ബൈ എം ഇൻറ്റു എം എന്നാണ് വരുന്നത്. ഈ എം അങ്ങനെ ക്യാൻസൽ ആയിപ്പോവും. പിന്നെ അടുത്ത ടേമും 0 ആയിട്ട് പോകും. ഇത് തന്നെ അടുത്ത ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആദ്യത്തെ രണ്ട് ടേം 0 കിട്ടും. പിന്നെ എന്ത് കിട്ടും? സ്മോൾ എമ്മുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഗാമ എം എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ റിസൾട്ട് എങ്ങനെ കിട്ടും? ആൽഫ എം 0 മൈനസ് ആൽഫ എം, ബീറ്റ എം, ബീറ്റ ക്യാപിറ്റൽ എം, ബീറ്റ സ്മോൾ എം, ഗാമ എം 2-2m ഗാമ, പിന്നെ ഗാമ എം എന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ നമുക്ക് എ ട്രാൻസ്വേഴ്സും ടി മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പം ഈ റിസൾട്ട് കിട്ടി. അടുത്ത എന്തുവാണ്? എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഈ ഒരു റിസൾട്ട് ഇല്ലേ? അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്ത കൂട്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വരുമ്പം റിസൾട്ട് അങ്ങ് എഴുതുവാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് വരുവാ, ഇതും മൾട്ടിപ്ലൈ ചെയ്ത് വരുവാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇത് രണ്ടും കൂടെ, ഈ രണ്ട് മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. മെട്രിക്സ് 2 ആൽഫ സ്ക്വയർ എം 0 0 0 2 ബീറ്റ സ്ക്വയർ സ്മോൾ എം പ്ലസ് ബീറ്റ സ്ക്വയർ ക്യാപിറ്റൽ എം 0. പിന്നെ അടുത്ത റോ 0 0 2 ഗാമ സ്ക്വയർ സ്മോൾ എം പ്ലസ് 4m സ്ക്വയർ ഗാമ സ്ക്വയർ ബൈ ക്യാപിറ്റൽ എം ഈക്വൽ ടു നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്. ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അങ്ങോട്ട് ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ടേംസ് ഇക്വേറ്റ് ചെയ്ത് നോക്കിയിട്ട് ആൽഫയുടെയും ബീറ്റയുടെയും
ഗാമയുടെയും റിസൾട്ട് നമുക്ക് എന്തുവാന്ന് നോക്കാം. അതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് എന്തുവാന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് 2 ആൽഫ സ്ക്വയർ എം. അതെന്ന് പറയുമ്പോൾ എന്തുവാണ് 1 ഇക്വേറ്റ് ചെയ്യുന്നു. 2 ആൽഫ സ്ക്വയർ എം ഈക്വൽ ടു 1. അപ്പോൾ ആൽഫ സ്ക്വയർ എങ്ങനെ കിട്ടും? 1/2m എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 1/2m or 1/√2m. ഇനി അടുത്ത നമുക്ക് എന്ത് എഴുതാം? ബീറ്റയുടെ കണ്ടുപിടിക്കാം. അത് 1 ഇക്വേറ്റ് ചെയ്ത് നോക്കാം. 2 ബീറ്റ സ്ക്വയർ സ്മോൾ എം പ്ലസ് ബീറ്റ സ്ക്വയർ ക്യാപിറ്റൽ എം ഈക്വൽ ടു 1. ഇതിനകത്തുനിന്ന് ഒരു ബീറ്റ സ്ക്വയർ നമുക്ക് കോമൺ എടുക്കാമല്ലോ. ബീറ്റ സ്ക്വയർ ഇൻറ്റു 2m പ്ലസ് capital M equal to 1. That is beta square equal to 1/2m plus capital M or beta equal to 1/√2m plus capital M. ഇനി അടുത്ത നമുക്ക് ഗാമയുടെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2 ഗാമ സ്ക്വയർ എം പ്ലസ് 4m സ്ക്വയർ ഗാമ സ്ക്വയർ ബൈ ക്യാപിറ്റൽ എം ഈക്വൽ ടു 1. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗാമ സ്ക്വയർ കോമ എടുക്കാം. ഗാമ സ്ക്വയർ ഇൻറ്റു 2m പ്ലസ് 4m സ്ക്വയർ ബൈ ക്യാപിറ്റൽ എം ഈക്വൽ ടു 1. ഗാമ സ്ക്വയർ എന്ത് കിട്ടും? 1/2m പ്ലസ് 4m സ്ക്വയർ ബൈ ക്യാപിറ്റൽ എം ഓർ ഗാമ ഈക്വൽ ടു 1/√2m പ്ലസ് 4m സ്ക്വയർ ബൈ ക്യാപിറ്റൽ എം. അങ്ങനെ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടി 1/√2m, ബീറ്റയുടെ കിട്ടി 1/√2 സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം, പിന്നെ ഗാമയുടെ വാല്യൂ 1/√2m പ്ലസ് 4m സ്ക്വയർ ബൈ ക്യാപിറ്റൽ എം. ഇത് നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് റിസൾട്ട് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ക്യാപിറ്റൽ എം ബൈ 2m ക്യാപിറ്റൽ എം പ്ലസ് 4m സ്ക്വയർ. അങ്ങനെ നമുക്ക് ആൽഫ ബീറ്റ ഗാമാന്റെ വാല്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐഗൺ വെക്ടേഴ്സ് ചേർന്ന മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയപ്പോൾ എന്തൊക്കെയായിരുന്നു? ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നു ടേംസ് കിടന്നത്. ഇനി നമുക്ക് അതിനകത്ത് ഈ കിട്ടിയ റിസൾട്ട് ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ വരും നോക്കാം. അങ്ങനെ നമ്മുടെ ഐഗൺ വെക്ടേഴ്സിന്റെ മെട്രിക്സിന്റെ ഓരോ ടേംസിന്റെ റിസൾട്ട് ആൽഫ ബീറ്റ ഗാമയുടെ വാല്യൂസ് ഇട്ട് കൊടുത്ത് നമുക്കിങ്ങനെ കിട്ടുന്നു. A equal to matrix 1/√2m 1/√2m plus capital M √m/2m capital M plus 4m square. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഐഗൺ വെക്ടേഴ്സും അതിൻ്റെ വാല്യൂസ് ഒക്കെ കിട്ടിയായിരുന്നു അല്ലേ. ഇനി നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതി നോക്കാം. വി ഹാവ് ദ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്തുവാണ്? x ഈക്വൽ ടു a ഇൻറ്റു q. That is matrix x1 x2 x3 equal to നമ്മൾ ആദ്യം എഴുതിയ മെട്രിക്സ് ആൽഫ ബീറ്റ ഗാമ 0 ബീറ്റ -2m ഗാമ ബൈ ക്യാപിറ്റൽ എം മൈനസ് ആൽഫ ബീറ്റ ഗാമ ഇൻറ്റു Q1 Q2 Q3. ഇതെങ്ങനെ കിട്ടും? മെട്രിക്സ് x1 x2 x3 equal to that is alpha Q1 plus beta Q2 plus gamma Q3
അടുത്ത റോയിലെ ആദ്യത്തെ ടേം 0 ആയതുകൊണ്ട് അത് നമ്മൾ എഴുതണ്ട. ബീറ്റ Q2 മൈനസ് 2m ഗാമ ബൈ m Q3. അടുത്തത് എങ്ങനെ വരും? മൈനസ് ആൽഫ Q1 പ്ലസ് ബീറ്റ Q2 പ്ലസ് ഗാമ Q3. ഇവിടെ ഒരു കോളം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് പ്ലസ് ചെയ്ത് വെച്ചാൽ മതി. നമുക്കങ്ങനെ റിസൾട്ട് ഇങ്ങനെ കിട്ടുന്നു. ഇനി അങ്ങനെ നമുക്ക് x1 x2 x3 മെട്രിക്സ് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് സെപ്പറേറ്റ് x1 x2 x3 ഒന്ന് എഴുതി നോക്കാം. അങ്ങനെ നമുക്ക് x1 ഈക്വൽ ടു ആൽഫ Q1 പ്ലസ് ബീറ്റ Q2 പ്ലസ് ഗാമ Q3 എന്ന് കിട്ടി. x2 എന്ന് പറയുന്നത് ബീറ്റ Q1 മൈനസ് 2m ഗാമ Q3 ബൈ ക്യാപിറ്റൽ M എന്ന് കിട്ടി. x3 എന്ന് പറയുന്നത് മൈനസ് ആൽഫ Q1 പ്ലസ് ബീറ്റ Q2 പ്ലസ് ഗാമ Q3 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുവാണ്. സോൾവ് ചെയ്തിട്ട് Q1 Q2 Q3ന്റെ വാല്യൂസ് എഴുതുക. അത് സത്യത്തിൽ കമ്പയർ ചെയ്ത് നമ്മൾ എഴുതുന്ന വാല്യൂസ് ആണ്. കമ്പാരിസൺ ഒന്നും ഇവിടെ കാണിക്കണമെന്നില്ല. ജസ്റ്റ് ലാസ്റ്റ് റിസൾട്ട് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ആ റിസൾട്ട് ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ എല്ലാം സോൾവ് ചെയ്ത് ലാസ്റ്റ് Q1 Q2 Q3ന്റെ വാല്യൂസ് എങ്ങനെ കിട്ടുന്നു? Q1 ഈക്വൽ ടു x1 മൈനസ് x3 ബൈ 2 ആൽഫ. Q2 ഈക്വൽ ടു m x1 പ്ലസ് m x2 പ്ലസ് m x3 ബൈ ക്യാപിറ്റൽ M പ്ലസ് 2m ഇൻറ്റു ബീറ്റ. അതുകൊണ്ട് Q3 എങ്ങനെ കിട്ടുന്നു? m ഇൻറ്റു x1 മൈനസ് 2x2 പ്ലസ് x3 ബൈ ഗാമ ഇൻറ്റു 2m പ്ലസ് 4m. അങ്ങനെ നമുക്ക് ഓരോ Q1 Q2 Q3ന്റെ വാല്യൂസും കിട്ടി. ഇത്രയുള്ള നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഓഫ് CO2 മോളിക്യൂളിൻ്റെ ഡെറിവേഷൻ. അങ്ങനെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഓഫ് CO2 മോളിക്യൂളിൻ്റെ ഡെറിവേഷൻ തീർന്നപ്പോൾ നോർമൽ മോഡ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ നോർമൽ മോഡ്സും നമ്മൾ കണ്ടുപിടിച്ച് നോർമൽ കോർഡിനേറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയിലും എന്താണ്, ചില നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തു. അതിൻ്റെ എവിഡൻസ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻസിൻ്റെ ഇടയിൽ ഡോ x1 ഡോ x2 എന്നൊക്കെ പറഞ്ഞ ടേംസ് വന്നില്ലേ. ഇതുകൂട്ട് ഒരു മോളിക്യൂളിൻ്റെ തന്നെ, ഒരു ആറ്റത്തിൻ്റെ തന്നെ വൈബ്രേഷൻ രണ്ട് ഡയറക്ഷനിൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടും വന്നായിരുന്നു. നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ആയിട്ടും വന്നായിരുന്നു. അങ്ങനെ നമ്മുടെ നോർമൽ മോഡ്സ് പെർപെൻഡിക്കുലർ ആയിട്ടും വൈബ്രേറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞില്ലേ. അതിൻ്റെ എവിഡൻസ് ആയിട്ടാണ് നമ്മുടെ തേർഡ് ഫ്രീക്വൻസി സെക്കൻഡ് ഫ്രീക്വൻസിയെക്കാളും ഗ്രേറ്റർ ആയിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇൻ ജനറൽ we can say that the mode that has higher symmetry will have the lower frequency. അതായത് ഹയർ സിമ്മട്രി ഉള്ള മോഡുകൾക്ക് എന്തായിരിക്കും? ലോവർ ഫ്രീക്വൻസി ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോവർ സിമ്മട്രി ഉള്ളതിന് എന്തുമായിരിക്കും? ഹയർ ഫ്രീക്വൻസി ആയിരിക്കും ഉള്ളത്. ഈ ലോവർ സിമ്മട്രി മോഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്? ആൻറ്റി സിമ്മട്രിക് മോഡ്സ് ഒക്കെയാണ് ലോവർ സിമ്മട്രിക് മോഡ്സ് എന്ന് പറയുമ്പോൾ. ആൻറ്റി സിമ്മട്രിക് മോഡ്സുകൾ പോലുള്ള ലോവർ സിമ്മട്രി മോഡ്സിൻ്റെ കേസിൽ എന്താണ്? ഹയർ ഫ്രീക്വൻസീസ് ആയിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഡെറിവേഷൻ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞത് ഞാൻ താഴെ ഇട്ടേക്കാവേ. ഇതാണ് CO2 മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ മോഡ്സ്. അങ്ങനെ നമ്മുടെ CO2 മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻസ് കണ്ടല്ലോ. ഇങ്ങനെയുള്ള ചെറിയ വൈബ്രേഷൻസ്, ആ വൈബ്രേഷൻസിൽ നിന്നുണ്ടാകുന്ന ഫ്രീക്വൻസീസ്, അതിൻ്റെ നോർമൽ മോഡ്സ്, നോർമൽ കോർഡിനേറ്റ്സ്, അതൊക്കെയാണ് നമ്മൾ ആ വലിയ ഡെറിവേഷനായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ചെറിയ സ്മോൾ വൈബ്രേഷൻ അല്ലെ സ്മോൾ ഓസിലേഷൻസ് എത്രമാത്രം ആ മോളിക്കുലാർ സ്പെക്ട്രയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ എത്രമാത്രം അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു നമുക്ക് മനസ്സിലായല്ലോ. Now the seminar topic is over. Okay, thank you.